മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ തെളിവുകളില്ല എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞ ദിവസമാണിത്. മാത്യു കുഴൽനാടന്റേത് ആരോപണങ്ങൾ മാത്രമാണ്. ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല. CMRL പണം നൽകിയിട്ടുള്ള മറ്റാരുടെയും പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുമായി വന്നത് എന്നും മാത്യു കുഴൽനാടനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, മാസപ്പടി വിവാദം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഈ കത്തിച്ച് നിർത്തുന്നു, കേൾക്കുന്നു, രേഖയുണ്ടെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. പക്ഷേ കോടതി ചോദിച്ചപ്പോൾ കൊടുത്ത രേഖയൊന്നും ഈ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് പര്യാപ്തമായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തുകയല്ലേ? സുജയ, അങ്ങനെ തന്നെയാണ്. ഈ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കാനുള്ള പാകത്തിന് അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ പാകത്തിനുള്ള പര്യാപ്തമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നതാണ്. മാത്യു കുഴൽനാടൻ്റെ ആരോപണം മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത് എന്നതാണ്. നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും കൃത്യമായി മുഖ്യമന്ത്രിക്കും മകൾക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനായി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് മാത്യു കുഴൽനാടൻ ഒരു 5ഓളം രേഖകൾ കൈമാറുകയും ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് എന്ന് അവകാശവാദം പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ, ഈ രേഖകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ ഉതകുന്ന രേഖകളല്ല എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. വെറും ആക്ഷേപം മാത്രമാണ്. ഈ ആക്ഷേപത്തിലും മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് വസ്തുതാപരമായ അടിസ്ഥാനമില്ല എന്ന കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും കോടതി പറയുന്നു. വെറും ആരോപണങ്ങൾ മാത്രമാണ്. നിലവിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുള്ളതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് കോടതിയും വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ CMRL പണം നൽകിയിട്ടുള്ള മറ്റാരുടെയും പേരിൽ ഈ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല ഹർജിക്കാരൻ എന്നതുകൂടി കോടതി വിലയിരുത്തുന്നു. കോടതി ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും മകൾക്കെതിരെയും മാത്രം അന്വേഷണം എന്ന ആവശ്യം ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റാരുടെയും പേര് ഹർജിക്കാരൻ പരാമർശിച്ചിട്ട് പോലുമില്ല. ഇതെന്തുകൊണ്ടാണ് എന്നൊരു സംശയം കൂടി കോടതി ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്യു ഈ 5ഓളം രേഖകളും അത് തെളിവുകളല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഹർജി തള്ളുകയും ചെയ്തത്. സുജയ, ഓക്കെ, താങ്ക് യു സുനിഷ അയ്യല്ലൂർ. ഇപ്പോൾ CPIM സെക്രട്ടേറിയറ്റിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന തുറന്നുകാട്ടപ്പെട്ടു. നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ചു, മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കിയ തിരക്കഥകൾ പൊളിഞ്ഞു എന്നും പറയുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ ആരോപണം ഉന്നയിച്ചവർ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്.